ഹനുമാൻ സ്വാമിയുടെ കഥകൾ കേൾക്കുമ്പോഴേ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംശയമാണ്. ഹനുമാൻ നിത്യബ്രഹ്മചാരിയാണ്. ഹനുമാൻ സേവ നടത്തുന്നവർ വിവാഹം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ, അങ്ങനെ ഒരു സ്ത്രീയുമായുള്ള ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നും പറയാറുണ്ട്. അതൊക്കെ എന്തൊരു സത്യം? ഹനുമാൻ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. ചില ആരാധനാമൂർത്തികളിലേക്ക് ചില വിധാനമുണ്ട്. അപ്പൊ ഗരുഡനെ ഉപാസിക്കുന്ന ആളുകൾക്ക് ബ്രഹ്മചര്യം തീർച്ചയായിട്ടും വേണം. ഹനുമാനെ ഉപാസിക്കുന്ന ആളുകൾക്ക് ബ്രഹ്മചര്യം വേണം. അപ്പൊ നമുക്ക് ദേവിയെ ഉപാസിക്കാന്ന് വിചാരിക്കുക, നമുക്ക് ഭദ്രകാളി അല്ലെങ്കിൽ ദുർഗ, അവിടെ ബ്രഹ്മചര്യത്തിന്റെ ആവശ്യം. ഈ ഹനുമാൻ എന്ന് പറയുന്ന ഈ മനസ്സ് എവിടെയാണ് അടങ്ങിയിരിക്കുന്നത്, എവിടെയാണ് അത് ക്രിയാത്മകമായിട്ട് ജോലി ചെയ്യുന്നത്? അത് രാമകാര്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ രാമന്റെ പാദത്തിന്റെ അടിയിൽ മാത്രമേ ഹനുമാൻ ഒതുങ്ങിയിരിക്കുന്നു. അങ്ങനെയാണ് ഭഗവാന് ബജ്രംഗ് ബലി എന്നുള്ള പേര് കിട്ടുന്നത്. അപ്പൊ ബാലിക്ക് അറിയായിരുന്നു ഈ ഹനുമാൻ എത്രത്തോളം ശക്തിയുണ്ട്. കാരണം രുദ്രാംശത്തോടു കൂടി ജനിച്ചാണ്, വായുവിന്റെ പുത്രനാണെങ്കിലും ശിവന്റെ അംശമാണ് ഹനുമാൻ എന്നാണ് പറയുക. എന്റെ മനസ്സിന് നിഷ്പ്രയാസം അവിടെ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, മനസ്സാണ് ഹനുമാൻ. അതിനാണ് മനസ്സാണ് ഗരുഡൻ, മനസ്സാണ് ഹനുമാൻ. ഈ ശരവേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത് മനസ്സിനാണ്. ആ മനസ്സാണ് ചാടിക്കിടക്കുന്നത്. ആ രാമന്റെ പാദങ്ങളിൽ മനസ്സ് അടങ്ങിയിരിക്കണമെങ്കിൽ നമ്മൾ ഒരിക്കലും രാമന്റെ പാദത്തിൽ അടങ്ങിയിരിക്കുന്ന ഹനുമാനെ ഒറ്റയ്ക്ക് കാണില്ല. ഇപ്പുറത്ത് സീത, ഇപ്പുറത്ത് ലക്ഷ്മണൻ. ശരജി എപ്പോഴും പറയും, സീതയാകുന്ന ഭക്തിയും ലക്ഷ്മണനാകുന്ന ശ്രദ്ധയും പരമാത്മാവിൽ ഉറച്ച മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സടങ്ങിയിരിക്കും. അത് പറഞ്ഞ കാണുന്നതിലൊക്കെ ഗുരുവായൂരപ്പനെ കാണും. യാതൊന്നും കാണുന്നത് നാരായണ പതിമെന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. ഇത് കാണാൻ ഭയങ്കര പ്രയാസം, എളുപ്പം നടക്കില്ല. ഈ ബ്രഹ്മജ്ഞാനം, അദ്വൈതം എന്നൊക്കെ പറയുന്നത് പ്രസംഗിക്കാൻ വളരെ എളുപ്പവും പ്രാവർത്തികമാക്കാൻ വളരെ പ്രയാസമുള്ളതാണ്. അപ്പോൾ എന്തോ ഇത്രയും നിന്നതിൽ മുഷിപ്പുണ്ടോ, ഇത്രയും നേരം താമസിച്ചല്ലോ എന്ന് ചോദിക്കും. അപ്പൊ അദ്ദേഹം തമാശയ്ക്ക് പറയട്ടെ, ഓരോ സ്ഥലത്ത് ഓരോ കുഴി കുഴിക്കുന്നതിന് പകരം ഒരു കുഴി നേരാവണ്ണം കുഴിച്ചിരുന്നെങ്കിൽ ഇപ്പൊ വെള്ളം കണ്ടേനെ. വ്യാസൻജി, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മള് ശ്രീരാമനായിരുന്നു. അതെ, ഇത്തവണ നമുക്കൊന്ന് ഹനുമാനിലേക്ക് പോവാം. അത് ശ്രീരാമനായിട്ട് ചേർത്ത് പറയേണ്ട ഒരു പേരാണ്. അതെ, ശ്രീരാമനെ കുറിച്ച് പറയുമ്പോൾ ഹനുമാനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റിയ. തീർച്ചയായും. ഒരു സമയത്ത് ഞാൻ ഭയങ്കര ഹനുമാന്റെ ഫാനായിരുന്നു. ഇപ്പോഴും അല്ലെന്നല്ല, ഒരു സമയത്ത് അതിഭീകരമായി ഹനുമാന്റെ ഫാനായിരുന്നു. എന്നെ എന്നും കുട്ടിക്കാലം മുതൽ എന്നും നിൽക്കുന്ന ഒരാളാണ് ഗണപതി ഭഗവാനാണ്. അത് കൊട്ടാരക്കാരനായതുകൊണ്ട് അതങ്ങനെയല്ലേ വരാൻ പറ്റും. അതെ. അപ്പൊ ഹനുമാൻ വളരെയധികം എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് കാണുന്ന എല്ലാവരും നമ്മളൊക്കെ പറയുമല്ലോ. അപ്പൊ ഞാനാണെങ്കിലും രോജി ആണെങ്കിലും ചിലപ്പോൾ നമ്മൾ പറയും, ഞാനിപ്പോ പറയും ഞാൻ ഗുരുവായൂരപ്പന്റെ ഭക്തനാണ്, രോജി ചിലപ്പോൾ ഗണപതി ഭഗവാന്റെ ഭക്തനാണ്, ചിലപ്പോൾ പറയും ചിലപ്പോൾ അയ്യപ്പ സ്വാമിയുടെ ഭക്തയാണ്. നമ്മളങ്ങനെ ഡിസൈഡ് ചെയ്യാണ് നമ്മൾ ഇവരുടെയൊക്കെ ഭക്തരാണ്. ഇതിന്റെ അതോറിറ്റി ഇല്ല. ഞാൻ അന്ന് പറഞ്ഞ പോലെ അവരാണ് പറയേണ്ടത്, ഇയാളുണ്ടല്ലോ വ്യാസൻ എന്റെ ഭക്തനാണ് കേട്ടോ എന്ന് ഗുരുവായൂരപ്പനാണ് പറയേണ്ടത്. എനിക്ക് ക്ലെയിമേ ഉള്ളൂ, അതോറിറ്റി തരേണ്ടത് ഗുരുവായൂരപ്പനാണ്. അങ്ങനെ ഭഗവാൻ അതോറിറ്റി കൊടുത്ത വളരെ ചുരുക്കം ചിലരൊരാളാണ് ഹനുമാൻ. ഹനുമാൻ എന്ന് പറയുന്നത് ശ്രീരാമനിൽ നിന്ന് വേറിട്ട ഒരാളായിട്ട് ഭഗവാൻ കണ്ടിട്ടേ ഇല്ല. സർട്ടിഫൈഡ് ആണ്. അതായത് ഇവൻ എന്നത് അവസാന ഭാഗത്തേക്ക് അത് പറഞ്ഞ് അവസാനിപ്പിക്കും. ശ്രീരാമന്റെ വിയോഗം ഉണ്ടാവാൻ പോലും തടസ്സം ഹനുമാനായിരുന്നു. അത് ഹനുമാൻ ഉള്ളപ്പോ ഭഗവാന് ഈ ദേഹം ഉപേക്ഷിച്ച് ഇവിടുന്ന് പോകാൻ സാധിക്കില്ലായിരുന്നു. ഹനുമാനെ പറഞ്ഞു വിടുക ചെയ്യുക, മാറ്റി നിർത്തുക ചെയ്യുക. ഒരു കുഴി ഉണ്ടാക്കി അതിനകത്തേക്ക് ആ മോതിരം കേട്ടുണ്ടാവും ചിലപ്പോൾ ആ കഥ, ഒരു മോതിരം എടുത്തെറിയും. ഹനുമാൻ പുറത്ത് നിൽക്കുന്നിടത്തോളം കാലം ഭഗവാന് ശരീരം ഉപേക്ഷിക്കാൻ സാധിക്കില്ല. കാരണം ആ ബോണ്ടിങ് ആണ്. ഭക്തൻ വിചാരിച്ച ഭഗവാനെ പിടിച്ചു നിർത്താൻ സാധിക്കും, ഭഗവാന് പോകാൻ പറ്റില്ല. അപ്പൊ ശരത്തരം ഞാൻ പറയില്ല, എപ്പോഴും കോട്ടി ശരത്തരം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡയലോഗാണ്, ഭഗവാൻ ഫെയിലിയർ ആവുന്ന ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. ഏത് ഭഗവാനാണെങ്കിലും, അപ്പൊ ചാത്തൻ സ്വാമി ആണെങ്കിലും ഗുരുവായൂരപ്പനാണെങ്കിലും മഹാദേവനാണെങ്കിലും, ഇവർക്ക് ആർക്കും ഭക്തനെ അവരിൽ നിന്ന് വേർപെടുത്താൻ സാധിക്കില്ല. മനസ്സിലായില്ലേ? അതായത് ഭക്തൻ ഡിറ്റർമിനേഷനോട് കൂടി ഒരു പോയിന്റിൽ ഞാൻ നിന്നെ വിടില്ല എന്ന് പറഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പിടുത്തം പിടിക്കാൻ സാധിക്കില്ല. രണ്ടാമത്, ഇവർക്ക് മറവിയില്ല. ഇവർക്ക് ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവരുടെ മനസ്സിൽ കിടക്കുന്നുണ്ടാവും. നമ്മളെ പോലെ പിറ്റേന്ന് മറക്കുന്ന ഒരു പരിപാടി ഇല്ല. അത് പോട്ടെ, പക്ഷെ ഈ ഡിറ്റർമിനേഷൻ ഉണ്ടല്ലോ ഭക്തന്റെ, ഈ ഭക്തന്റെ ഡിറ്റർമിനേഷനെ തോൽപ്പിക്കാൻ ഈശ്വരന് സാധിക്കില്ല. ഈശ്വരൻ കംപ്ലീറ്റ് ഫെയിലിയർ ആണെന്ന് പറയും. ആ ഫെയിലിയർ ആയിട്ട് നിന്നതാണ് ഹനുമാൻ. ഐ മീൻ ഈ ശ്രീരാമൻ ഇവിടെ നിന്ന് പോവാൻ സാധിക്കാതെ ഭഗവാൻ ഇവിടെ പിടിച്ചു നിർത്തി രാമ എനിക്ക് കൂടെ വേണം എന്ന് പറഞ്ഞ് നിർത്തിയത് ഹനുമാനായിരുന്നു. അപ്പൊ ഭഗവാൻ പോലും തോന്നി ഹനുമാൻ ഉള്ളപ്പോൾ പോകാൻ സാധിക്കില്ല. അപ്പോഴാണ് അന്തപ്പുരത്തിലേക്ക് വിളിപ്പിച്ച് മോതിരം ഒരു ഹോൾ ഉണ്ടാക്കി അതിലേക്ക് ഇടുന്നതാണ് പറയുക. എന്നിട്ട് പറയും, ഹനുമാൻ എൻ്റെ ഈ ഒരു മോതിരം താഴത്തോട്ട് വീണുപോയി, അങ്ങിതൊന്ന് പോയിട്ട് എടുത്തുകൊണ്ട് വരണം. അപ്പൊ ഭഗവാൻ ഈ ശരീരം ചെറുതാക്കാനും വലുതാക്കാനുള്ള ശേഷി പണ്ടേ ഉള്ളതുകൊണ്ട് ഹനുമാൻ വളരെയധികം ശരീരം ചെറുതാക്കി താഴത്തോട്ട് പോകുന്ന സമയത്താണ് പാതാളത്തിലേക്ക് പോയി എന്നാണ്. പാതാളത്തിൽ പോയ സമയത്ത് അവിടെ കണ്ടത് ഒരു ലോഡ് കണക്കിന് മോതിരങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു പാതാള ദേവതയോടോ ആരോടോ സ്വാമി ചോദിക്കുന്നുണ്ട്, ഹനുമാൻ സ്വാമി ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് ഇത്രയധികം മോതിരങ്ങൾ?
അപ്പൊ അവരാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇതിന് മുമ്പ് ഒരു രാമാവതാരം ഉണ്ടായിരുന്നു, എത്രയോ രാമാവതാരങ്ങൾ കഴിഞ്ഞു പോയി, ഓരോ സമയത്തും നീ അവിടെ നിൽക്കുമ്പോൾ ഭഗവാൻ വിട്ടുപോകാൻ പ്രയാസമാണ്, അപ്പൊ നിന്നെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് മോതിരം എങ്ങനെ കളയും, നിന്നോട് ഞാൻ ഈ കഥ പറയും, നീ തിരിച്ചു ചെല്ലുമ്പോഴേക്കും സ്വാമി ഇവിടുന്ന് പോയിട്ടുണ്ടാവും എന്ന് പറയുന്നത്. അപ്പോൾ ഹനുമാൻ നിൽക്കുമ്പോൾ ഭഗവാന് പോലും പോകാൻ മടിയായിരുന്നു. അതുകൊണ്ടാണ് അത്രയധികം താതാത്മ്യം പ്രാപിച്ചിരുന്നു. അത് നമുക്കൊക്കെ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഹനുമാൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? നമ്മൾ വാനരൻ എന്ന് പറയും, കുരങ്ങ് എന്ന് പറയും, ഇത് നമ്മുടെ മനസ്സാണെന്നാണ് പറയുക. ഈ മനസ്സ് ഈ കുരങ്ങന്റെ സ്വഭാവമുള്ള സാധന എന്ന് വെച്ചാൽ ഒന്നിൽ അതിന് സ്ഥിരത ഇല്ല. എപ്പോഴും അടുത്തേക്ക് ചാടുന്നു, അടുത്തേക്ക് ചാടുന്നു, അടുത്തേക്ക് ചാടുന്നു, ഇങ്ങനെ ചാടി ചാടി നടക്കുന്ന നമ്മുടെ മനസ്സിന്റെ പ്രതീകമാണ് യഥാർത്ഥത്തിൽ ഹനുമാൻ. ഓക്കെ. ഈ ഹനുമാൻ എന്ന് പറയുന്ന ഈ മനസ്സ് എവിടെയാണ് അടങ്ങിയിരിക്കുന്നത്, എവിടെയാണ് അത് ക്രിയാത്മകമായിട്ട് ജോലി ചെയ്യുന്നത്? അത് രാമകാര്യത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ രാമന്റെ പാദത്തിന്റെ അടിയിൽ മാത്രമേ ഹനുമാൻ ഒതുങ്ങിയിരിക്കുന്നുള്ളൂ, അല്ലെ? അല്ലാത്തപ്പോഴൊക്കെ അദ്ദേഹം ജോലിയിലാണ്. രാമന്റെ പാദത്തിന്റെ താഴെ കൂപ്പയിലൂടെ. അപ്പൊ മനസ്സടക്കം ഇരിക്കുന്നത് എവിടെയാണ്? ഭഗവാനിലേക്ക് നിങ്ങൾ ഭഗവാന്റെ പാദങ്ങളെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ മനസ്സ് എന്ത് ചെയ്തു? അടങ്ങി. അതാണ് കിഷ്കിന്ധാകാണ്ഡത്തിലും കാണുന്നത്. അതായത് തൻ്റെ ശക്തി എന്തെന്നറിയാതെ ഈ പറയുന്ന സുഗ്രീവൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന് വേണ്ടി വേലക്കാരനായി ജീവിച്ചിരുന്ന, മന്ത്രിയായി ജീവിച്ചിരുന്ന ഒരു വാനരൻ, അയാൾക്ക് അറിയില്ല അയാളുടെ പർപ്പസ് എന്താന്നുള്ളത്. അപ്പൊ ആകളുടെ പർപ്പസ് എന്താ? സുഗ്രീവനെ രക്ഷിക്കുക. അദ്ദേഹത്തിന് പോലും അറിയില്ല. ഇവൻ ബാലിയെക്കാട്ടിലും 100 ഇരട്ടി ശക്തിയുള്ള ആളാണ് ഹനുമാൻ, അല്ലെ? ഹനുമാൻ വിചാരിച്ചിരുന്നെങ്കിൽ ബാലിയെ നിഷ്പ്രയാസം കൊല്ലാമായിരുന്നു. ഇത് ബാലിക്കറിയായിരുന്നു. എന്ത്? സുഗ്രീവന്റെ കൂടെ നിൽക്കുന്ന ഹനുമാന് എന്നെക്കാൾ ശക്തി ഉണ്ടെന്ന് ആർക്കറിയാം? ബാലിക്കറിയാം. അതുകൊണ്ട് അഞ്ജനയുടെ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് ഈ പഞ്ചലോഹം ഉരുക്കിയിട്ട് കുടിക്കാൻ പറയും അഞ്ജന. അഞ്ജന കുടിക്കും. കുട്ടിയെ കൊല്ലാൻ വേണ്ടി ചെയ്താ ബാലി ഭ്രൂണഹത്യ, നമ്മളിപ്പോ പറഞ്ഞില്ലേ? അത് ഭഗവാന് കവചമായി തീർന്നു എന്നാണ് കഥ പറയുന്നത്. അങ്ങനെയാണ് ഭഗവാന് ബജ്രംഗ് ബലി എന്നുള്ള പേര് കിട്ടുന്നത്. അപ്പൊ ബാലിക്ക് അറിയായിരുന്നു ഈ ഹനുമാൻ എത്രത്തോളം ശക്തിയുണ്ട്. കാരണം രുദ്രാംശത്തോടു കൂടി ജനിച്ചാണ്. വായുവിന്റെ പുത്രനാണെങ്കിലും ശിവന്റെ അംശമാണ് ഹനുമാൻ എന്നാണ് പറയുക. അപ്പോൾ ഈ പറഞ്ഞ ഹനുമാന് ഒരു തരത്തിലുള്ള തന്റെ ജീവിത യാഥാർത്ഥ്യം, ജീവിത ലക്ഷ്യത്തെ മനസ്സിലാക്കാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സമയത്താണ് ദൂരെ മരത്തിന്റെ മുകളിൽ നിന്ന് കാണുന്ന 2 ചെറുപ്പക്കാര് നടന്നു വരുന്ന ഒരു കാഴ്ച കാണുന്നത്. അപ്പോഴാണ് അവിടെ പോയൊരു ബ്രാഹ്മണന്റെ വേഷത്തിൽ സംസാരിക്കുകയും തിരിച്ച് സുഗ്രീവന്റെ ഓടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ തൊട്ടാണ് ഹനുമാൻ ഒരു പർപ്പസ് ലൈഫിൽ ഉണ്ടാവുന്നത്. ഐ മീൻ ഭഗവാനിലേക്ക് തിരിഞ്ഞപ്പോൾ ജീവിതം എന്തിനുള്ളതാണ് എന്നുള്ളത് മനസ്സിലായി. പിന്നീട് അങ്ങോട്ടാണ് ഹനുമാൻ ഹനുമാനായിട്ട് മാറുന്നത്. അതിലും ആലോചിച്ച് നോക്കുക, വീണ്ടും ഒരു പോയിന്റ് വരുന്നു. സീതാന്വേഷണത്തിന് അയക്കുന്നു. അപ്പൊ ഓരോ സെറ്റായിട്ട് പോകുന്നതിൽ ഹനുമാൻ സ്വാമി ഉണ്ട് എന്നാണ് പറയുക. എല്ലാവരും ഒരു കടൽക്കരയിൽ ചെന്ന് പറയത്ര ഞാൻ ഇത്ര ദൂരം ചാടും, അത്ര ദൂരം ചാടും. അപ്പൊ ഒരാൾ മാത്രം മാറി നിന്ന് ഇതൊന്നും അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ മനസ്സിന്റെ പ്രതീകം. നമുക്ക് എപ്പോഴും ഉള്ള, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഞാൻ എടുത്തു പറയുന്നത്, നമ്മളെ കൊണ്ട് ഒന്നും സാധിക്കില്ല, നമ്മളെ കൊണ്ട് എന്നെ കൊണ്ട് ഇതൊന്നും നടക്കില്ല എന്ന് പറയുന്നതിൽ ഇത്രയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി മലയാളികളെ പോലെ. എനിക്കിറക്കുള്ള, ഞാൻ എന്നെ കുറിച്ച് കൂടി ആണ് വിമർശിച്ച് സംസാരിക്കുന്നത്. അവിടെയാണ് ജാംബവാൻ വന്ന് ഹനുമാന്റെ പൂർവ്വചരിത്രം പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഈ ചെറിയ കുട്ടിയായിരുന്നപ്പോ സൂര്യനെ വിഴുങ്ങാനായി ചാടിയിട്ടുണ്ട്, നിനക്ക് നിഷ്പ്രയാസം സാധിക്കും. അപ്പോൾ അവിടെ മനസ്സിന് യഥാർത്ഥ വഴി കാണിക്കാൻ ഒരു ഗുരുനാഥൻ വന്നതാണ് ജാംബവാന്റെ രൂപത്തിൽ. സോ നിങ്ങൾക്ക് ഭഗവാനിലേക്ക് തിരിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യബോധം ഉണ്ടാവും. ആ ലക്ഷ്യബോധത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കാൻ നിങ്ങൾക്കൊരു ഗുരുനാഥൻ ഉണ്ടായിരിക്കണം. അതാരും ആവാം. അത് അങ്ങനെ ഇതിനെ സിംപിളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളൊരു വാനരൻ ഉണ്ടായിരുന്നു, അദ്ദേഹം ചാടിക്കടന്നു. അപ്പൊ നമുക്ക് ആർക്കാണ് ഒരു സമുദ്രത്തെ നിഷ്പ്രയാസം തരണം ചെയ്യാൻ സാധിക്കുക? എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ശ്രീലങ്കയിൽ പോകാൻ ഒരു എളുപ്പമില്ല. വളരെ എളുപ്പമാണ്. ഞാൻ ഒന്ന് മനസ്സ് വെച്ചിട്ട് ഞാൻ ഏതോ ബുദ്ധൻ ഒരു മൊണാർക്കിയിലാണെന്ന് വിചാരിച്ചാൽ ഞാൻ അവിടെയാണ്. കാരണം എന്താ? എന്റെ മനസ്സിന് നിഷ്പ്രയാസം അവിടെ എത്താൻ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, മനസ്സാണ് ഹനുമാൻ. മനസ്സാണ് ഗരുഡൻ, മനസ്സാണ് ഹനുമാൻ. ഈ ശരവേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത് മനസ്സിനാണ്. ആ മനസ്സാണ് ചാടിക്കിടക്കുന്നത് എളുപ്പം. അപ്പം ആ ഹനുമാൻ അടങ്ങിയിരിക്കുന്നത് രാമന്റെ പാദങ്ങളിലാണ്. ആ രാമന്റെ പാദങ്ങളിൽ മനസ്സ് അടങ്ങിയിരിക്കണമെങ്കിൽ നമ്മൾ ഒരിക്കലും രാമന്റെ പാദത്തിൽ അടങ്ങിയിരിക്കുന്ന ഹനുമാനെ ഒറ്റയ്ക്ക് കാണില്ല. ഇപ്പുറത്ത് സീത, ഇപ്പുറത്തെ ലക്ഷ്മണൻ. ശരജി എപ്പോഴും പറയും, സീതയാകുന്ന ഭക്തിയും ലക്ഷ്മണനാകുന്ന ശ്രദ്ധയും പരമാത്മാവിൽ ഉറച്ച മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് അടങ്ങിയിരിക്കും. ഭഗവാൻ പരമാത്മാവാണ് ശ്രീരാമൻ, സീത ഭക്തിയാണ്, ലക്ഷ്മണന് ശ്രദ്ധയാണ്. കാരണം അദ്ദേഹത്തിന് എപ്പോഴും നോക്കലാണ് പണി. ഇവർക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടോ, ഇവർക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടോ, അല്ലെ? അപ്പൊ ശ്രദ്ധയാകുന്ന ലക്ഷ്മണനും ഭക്തിയാകുന്ന സീതയും ഒരുമിച്ചാൽ പരമാത്മാവിൽ മനസ്സ് ഉറയ്ക്കും. അതാണ് ആ ചിത്രം. നമ്മൾ ഈ രാമായണത്തിന്റെ വലിയ പിക്ചറായിട്ട് എല്ലായിടത്തും വെക്കുമല്ലോ. അത് കാണുമ്പോൾ അത് ആലോചിക്കുക. കാരണം മനസ്സ് ഉറക്കണം എന്നുണ്ടെങ്കിൽ, ഈ ഇങ്ങനെ ചാടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന, കൺസ്ട്രക്ഷനിലാക്കിയിരിക്കുന്ന, എപ്പോഴും ഡിപ്രസ്ഡ് ആയിരിക്കുന്ന മനസ്സ് ഉറച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ, ഭഗവാനിൽ ഉറച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ
ശ്രദ്ധയും ഭക്തി ഉണ്ടാവും. അങ്ങനെ ഹനുമാനെ കണ്ടാൽ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാനോട് തന്നെ ഹനുമാൻ പറയുന്നുണ്ട്, ഹനുമാൻ ചോദിക്കും ഒരിക്കൽ, ശ്രീരാമൻ ചോദിക്കും ഹനുമാനോട്, ഹനുമാൻ നീ എനിക്ക് ആരാണ് ചോദിക്കും. ഇപ്പോൾ ഞാൻ ഈ ജന്മത്തിന്റെ രൂപത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ ദാസനാണ് പറയും. ഞാൻ ഈ ജീവാത്മാവിന്റെ രൂപത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങയുടെ ഒരു അംശമാണ്. എൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിന്റെ രൂപത്തിൽ നോക്കുകയാണെങ്കിൽ ഞാനും അങ്ങ് ഒന്നാണ് എന്നുള്ള പോയിന്റാണ് നിർത്തുന്നത്. അത് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ഭക്തൻ. അപ്പോഴാണ് ഈ സർട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതല്ല നമ്മളിങ്ങനെ പറയും എൻ്റെ ഉള്ളിലും ഗുരുവായൂരപ്പൻ, നിന്റെ ഉള്ളിലും, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാൻ വളരെ എളുപ്പമാണ്. നേരത്തെ പറഞ്ഞ പോലെ കാണുന്നതിലൊക്കെ ഗുരുവായൂരപ്പനെ കാണും. യാതൊന്നും കാണുന്നത് നാരായണ പതിമൂന്നാണല്ലോ എഴുത്തച്ഛൻ പറയുന്നത്. ഇത് കാണാൻ ഭയങ്കര പ്രയാസം, എളുപ്പം നടക്കില്ല. ഈ ബ്രഹ്മജ്ഞാനം അദ്വൈതം എന്നൊക്കെ പറയുന്നത് പ്രസംഗിക്കാൻ വളരെ എളുപ്പവും പ്രാവർത്തികമാക്കാൻ വളരെ പ്രയാസമുള്ളതാണ്. നമുക്കൊക്കെ അതിനുള്ള ഒരു യാത്രയിലാണ്, നമുക്ക് എപ്പോൾ സാധിക്കും നമുക്കറിയില്ല. അത് സാക്ഷാത്കരിക്കുമ്പോഴാണ് നമുക്ക് ഉറച്ച് തല ഉയർത്തി പറയാൻ സാധിക്കുക ഞാൻ ഭക്തനാണ്. അപ്പോഴേ അപ്രൂവൽ കിട്ടുള്ളൂ. അതുവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. നമ്മളൊക്കെ എന്താ പറയാ, ആരാധകരാണെന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഞാൻ ഭക്തനാണെന്നല്ല രോഹിച്ചിയുടെ മൊത്തത്തിൽ പറയാം, എനിക്ക് ഏറ്റവും ഇഷ്ടം ഗണപതിയാണ് എന്നുള്ള രീതിയിലാണ്. ഉറപ്പായിട്ടും നമുക്ക് അങ്ങനെ ഓരോരുത്തർക്കും ഒരു പൂർവ്വവാസനയോടുകൂടി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഈശ്വരനെ നമ്മൾ എപ്പോഴും, അതാ രോഹിജിയുടെ ഈ ഗണപതി എന്ന് പറഞ്ഞ സങ്കല്പം പറഞ്ഞല്ലോ, അത് കഴിഞ്ഞ ജന്മത്തിലോ അതിന് മുമ്പത്തെ ജന്മത്തിലോ എത്രയോ ജന്മങ്ങളായിട്ട് രോഹിജിയുടെ മനസ്സിലുള്ള ഒരു ഇതിനെയാണ് നമ്മൾ ഇഷ്ടദൈവമായിട്ട് കാണുക. നമുക്കൊക്കെ വ്യക്തിപരമായിട്ട് നമ്മളിപ്പോൾ ജനിച്ചു വീണ നമ്മുടെ പിതൃക്കളും നമ്മുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ദേവത വേറെ ഉണ്ടാവും. അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ആ കുടുംബത്തിൽ ജനിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ ആ ദേവത ഉപാസിക്കുക എന്നുള്ളതാണ്. പക്ഷെ മറ്റേത് നമ്മൾ സ്വയം കണ്ടെത്തുന്നത്. അത് നമ്മൾക്ക് ഈ ഒരു ജന്മത്തിൽ കിട്ടിയൊരു കണക്ഷൻ അല്ലാന്ന് പറയാം. എത്രയോ കാലങ്ങളായിട്ട് ആ ഒരു എന്താ പറയുക, ഒരു ഇൻഹെറിറ്റൻസ് ഉണ്ടായിരുന്നു. നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ചെന്ന് നിന്നാൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടുകയും നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരാളുണ്ട്, പറയാതെ കേൾക്കാൻ ഒരാളുണ്ട് എന്നുള്ള വിശ്വാസമാണ് ഭഗവാൻ. അതെനിക്ക് വേറെ ഏത് ക്ഷേത്രത്തിൽ പോയാലും കിട്ടില്ല. അത് എനിക്ക് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം. അതൊരു തെറ്റുമല്ല. എന്നോട് എത്രയോ ആളുകൾ പറയാറുണ്ട്. ഇപ്പൊ ഗുരുവായൂരപ്പൻ്റെ ആയിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നുണ്ട്. വ്യാസൻ, എനിക്ക് ചോറ്റാനിക്കര പോകുമ്പോൾ അവിടെ അകത്തിരിക്കുന്നത് ഗുരുവായൂരപ്പനാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വടക്കുനാഥനിൽ പോയി തൊഴുമ്പോൾ എനിക്ക് അകത്തിരിക്കുന്നത് ഗുരുവായൂരപ്പനാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ശബരിമലയ്ക്ക് പോകുമ്പോൾ സ്വാമിയുടെ വിഗ്രഹമല്ല ഞാൻ കാണുന്നത്, ഞാൻ അവിടെ ഗുരുവായൂരപ്പനാണ്. ഞാൻ അവരെ നമസ്കരിക്കുകയാണ് ചെയ്യുക. കാരണം അവരിലുള്ളതാണ് യഥാർത്ഥത്തിലുള്ള അദ്വൈത ഭാവം. എനിക്കൊന്നും സാധിക്കുന്നു. ഞാൻ അവിടെ പോയാൽ കാണുന്നത് സ്വാമിയാണ്, ചോറ്റാനിക്കര പോയാൽ ഞാൻ കാണുന്നത് ഭഗവതിയാണ്. അവർക്ക് എല്ലായിടത്തും ഒന്ന് അവരുടെ മനസ്സ് ഉറച്ചു. അപ്പൊ പാക്കനാര് ഒരു സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് പറയുന്നുണ്ടല്ലോ, ഓരോ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നട അടച്ചിരിക്കുകയാണെന്ന് എന്തോ താമസം പറയും. അപ്പൊ ആദ്യം ഗണപതി പൂജയാണ്, അടുത്തത് അയ്യപ്പ സ്വാമിയുടെ പൂജയാണ്, ശിവന്റെ പൂജയാണ്, അവസാനം ഇദ്ദേഹം പുറത്തു വരും. അപ്പോ എന്തോ ഇത്രയും നിന്നതിൽ മുഷിപ്പുണ്ടോ, ഇത്രയും നേരം താമസിച്ചല്ലോ എന്ന് ചോദിക്കും. അപ്പൊ അദ്ദേഹം തമാശയ്ക്ക് പറയത്രേ, ഓരോ സ്ഥലത്ത് ഓരോ കുഴി കുഴിക്കുന്നതിന് പകരം ഒരു കുഴി നേരാവണ്ണം കുഴിച്ചിരുന്നെങ്കിൽ ഇപ്പൊ വെള്ളം കണ്ടേനെ എന്നാണ് പറയുക. അപ്പൊ അതുകൊണ്ട് അതാണ് ചെയ്യേണ്ടത്. യഥാർത്ഥം നമ്മള് കുറച്ച് വിചാരിക്കും ഈ മന്ത്രം ജപിക്കാം, എന്നിട്ട് ആ മന്ത്രം ജപിച്ചു തുടങ്ങും. അപ്പോഴാണ് വേറൊരു ഗുരുനാഥൻ വന്ന് പറയുക ഇതാണ് കുറച്ചുകൂടെ നല്ല മന്ത്രം, അപ്പൊ അങ്ങോട്ട് പോകും. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഹനുമാന്റെ സ്വഭാവം നമ്മൾ കൃത്യമായിട്ട് കാണിക്കും. നമ്മൾ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഒരേ പണി ചെയ്തായിരുന്നെങ്കിൽ നമ്മൾ വേറെ ലെവലിൽ പല പണി ചെയ്യാൻ. സത്യമാണ്. ഹനുമാൻ സ്വാമിയുടെ കഥകൾ കേൾക്കുമ്പോഴേ എന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു സംശയമാണ്, ഹനുമാൻ നിത്യബ്രഹ്മചാരിയാണ്. ഹനുമാൻ സേവ നടത്തുന്നവർ വിവാഹം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ, അങ്ങനെ ഒരു സ്ത്രീയുമായുള്ള ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? അത് താന്ത്രികമായിട്ടുള്ള കാഴ്ചപ്പാടില്ല. ഇപ്പൊ നമുക്ക് ഏത് മൂർത്തിയാണോ നമ്മൾ ഉപാസിക്കുന്നത് ആ മൂർത്തിക്ക് ഒരു വിധാനം ഉണ്ടായിരിക്കും. അപ്പോ ആ മൂർത്തിയോട് താതാത്മ്യം പ്രാപിക്കാനാണ് എപ്പോഴും ഉപാസകൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോ അവസാനം അദ്ദേഹം ആ മൂർത്തിയായിട്ട് തീരുന്ന പറയുക, ആ സാരൂപ്യം സാലോക്യം എന്നൊക്കെ പറയുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. ഹനുമാൻ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. ബ്രഹ്മചര്യം എന്ന് പറയുന്ന പദത്തിനെ നമ്മൾ ഈ വിവാഹം കഴിക്കുന്നതിൽ മാത്രം കൊണ്ടുപോയി തളയ്ക്കരുത് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ ഭഗവാൻ സ്ത്രൈവമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന എപ്പോഴും രാമജപ മന്ത്രത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തിരുന്ന ആളായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ഉപാസകരിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ ആ ഒരു ഗുണം ഉണ്ടാവേണ്ടത് കൊണ്ട് ആ ഒരു കീഴ്വഴക്കം കൃത്യമായിട്ട് ഇവർ കീപ്പ് ചെയ്യാറുണ്ടായിരുന്നു. ഹനുമാൻ ഉപാസന ചെയ്യുന്ന ആളുകൾ എപ്പോഴും ബ്രഹ്മചര്യം എപ്പോഴും കീപ്പ് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. ഞാൻ അതിനെ എൻ്റെ ഇപ്പോഴത്തെ ഒരു ഇന്റർപ്രിട്ടേഷൻ വെച്ച് അങ്ങനെയൊന്നും ആവശ്യമെന്ന് പറയുന്നതിന് അത് ഇക്കാരാണ് അങ്ങനെ ചെയ്യുന്നത്. ആ ഒരു ക്രമം എങ്ങനെയാണ്, അത് എത്രയോ കാലത്തെ ഉപാസന കൊണ്ട് എത്രയോ കാലത്തെ ഒരു കീഴ്വഴക്കമായിട്ട് ഉപാസിച്ചു വരുന്ന രീതിയാണ്. അത് അങ്ങനെ തന്നെ ചെയ്യണം. അപ്പൊ നമുക്ക് ചില ആരാധനാമൂർത്തികളിലേക്ക് ചില വിധാനമുണ്ട്. അപ്പൊ ഗരുഡനെ ഉപാസിക്കുന്ന ആളുകൾക്ക് ബ്രഹ്മചര്യം തീർച്ചയായിട്ടും വേണം. ഹനുമാനെ ഉപാസിക്കുന്ന ആളുകൾക്ക് ബ്രഹ്മചര്യം വേണം. അപ്പം നമുക്ക് ദേവിയെ ഉപാസിക്കാന്ന് വിചാരിക്കുക, നമുക്ക് ഭദ്രകാളി അല്ലെങ്കിൽ ദുർഗ, അവിടെ ബ്രഹ്മചര്യത്തിന്റെ ആവശ്യമില്ല.
ദേവി ഉപാസിക്കാം, ആർക്കും ഉപാസിക്കാം. അതുകൊണ്ട് അത് വെച്ചിട്ട് അതൊരു മോശം കാര്യമാണ്. നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിലോ ഹനുമാന് വഴിപാട് കഴിക്കുന്നതിലോ ഒന്നും ഗാർഹസ്ഥ്യം ഉണ്ടാവുന്നതിൽ യാതൊരു പ്രയാസമില്ല. കാരണം ഭഗവാൻ തന്നെ വർത്തിച്ചിട്ടുള്ളത് ഗാർഹസ്ഥ്യത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. സീതയെ രാമന് കൊണ്ടുപോയി കൊടുക്കുന്നത് ഹനുമാനാണ്. അദ്ദേഹം ബ്രഹ്മചാരിയാണെങ്കിൽ ഞാൻ ബ്രഹ്മചാരിയാണ് രാമ, എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. ഉപാസന വേറെ, ഭക്തി വേറെ. ഉപാസനയിലേക്ക് പോയാൽ ഇപ്പൊ നോക്കുക, അവിടെ ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു കൾച്ചർ ഉണ്ട്, അത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ എൻ്റെ സ്കൂളിൽ പോയിട്ടും എനിക്ക് പഠിക്കാം, എനിക്ക് വീട്ടിലിരുന്നും പഠിക്കാം. എനിക്ക് പ്രകൃതിയെ കുറിച്ച് പഠിക്കാം, പൂക്കളെ കുറിച്ച് പഠിക്കാം, മൃഗങ്ങളെ കുറിച്ച് പഠിക്കാം. അതിന് എനിക്കൊരു സ്ട്രക്ചർ ഇല്ല. എനിക്ക് തോന്നുമ്പോൾ മാറ്റാം, തോന്നുമ്പോൾ എടുക്കാം. പക്ഷെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഞാൻ കൃത്യമായിട്ട് 9 മണിക്ക് അവിടെ ചെല്ലണം, അറ്റൻഡൻസ് എടുക്കണം, ഓരോ പീരീഡ് കഴിയുമ്പോഴും കൃത്യമായിട്ട് ടീച്ചറോട് പറയണം. ഒരു സെർട്ടൻ കൾച്ചർ ഉണ്ട്. ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാന്ന് പറയും. ഉപാസന കാര്യത്തിൽ സിസ്റ്റം ഫോളോ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഭക്തിക്ക് കോംപ്രമൈസ് ആവാം, പക്ഷെ കോംപ്രമൈസിന്റെ പേരിൽ ലൈസൻസ് എടുക്കരുത് എന്നും പൊതുവിൽ ഞാൻ പറയാറുണ്ട്. അതിൽ തന്നെ ഈ രാമനാമം എന്ന് പറയുന്ന ഒരു ഭാഗം, അതാണ് ഹനുമാന്റെ യഥാർത്ഥത്തിലുള്ള ശക്തി എന്ന് പറഞ്ഞേക്കാറുണ്ട്. അപ്പൊ അതില് ഈ രാമനാമം വരുന്ന സമയത്ത് ഒരു രസകരമായിട്ടുള്ള ഒരു കഥ പറഞ്ഞു, അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഒരു സമയത്ത് ദേവലോകത്തൊരു യുദ്ധത്തിനുള്ള ഒരു രംഗം വരുന്ന സമയത്ത് അവിടെ മഹർഷിമാര് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്, രാമന്റെ നാമത്തിലാണോ രാമന്റെ ബാണത്തിലാണോ ഏറ്റവും കൂടുതൽ പവർ. ഇത് ചരിത്രം പറഞ്ഞുള്ള ഒരു കഥ, എനിക്ക് അങ്ങനെ അറിയാം. രാമബാണമാണോ രാമനാമമാണോ ഏറ്റവും പവർഫുൾ? അപ്പൊ ഒരു വിഭാഗം ആൾക്കാർ പറയും രാമബാണമാണ്. കാരണം ഈ എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ ചെല്ലുമ്പോൾ 100, കൊള്ളുമ്പോൾ 1000, ഇതാണ് രാമബാണം. എല്ലാത്തിനെയും നിഷ്പ്രയാസം തകടും മറിക്കാൻ സാധിക്കുന്ന ഒന്നാണല്ലോ പറയുക. അപ്പൊ വരുണനെ പോലും ഭഗവാൻ തന്റെ അസ്ത്രം എടുത്തിട്ടാണ് രാമസേതു നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പൊ അത്രയധികം എല്ലാവരും ഭയപ്പെടുന്ന ഒരു സാധനമാണ് ഈ രാമബാണം എന്ന് പറഞ്ഞത്. ഒരു രാമനാമം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഭൂരിഭാഗം പേരും ഈ രാമനാമത്തിനല്ല രാമബാണത്തിനാണ് പ്രാധാന്യം കൂടുതലെന്ന് പറയുക. അപ്പൊ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഒരു മഹർഷി രാമന്റെ ഒരു സാമന്തനായിട്ടുള്ള രാജാവിന്റെ അടുത്തേക്ക് പോകും. അപ്പൊ അദ്ദേഹം പോയി ഈ പറയുന്ന സാമന്തനായിട്ടുള്ള രാജാവ് ധ്യാനിച്ചിരിക്കുക, പ്രാർത്ഥിക്കുക, എന്തോ ചെയ്യുന്ന സമയത്താണ് ഇയാൾ കയറി ചെല്ലുന്നത്. അപ്പോൾ ഈ മഹർഷിയെ കണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യില്ല, വിശ്വാമിത്രനാണ് പോകുന്നത്, രാമന്റെ കുലഗുരു ആയിട്ടുള്ള വിശ്വാമിത്രൻ ചെല്ലുന്ന സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്യില്ല, ബഹുമാനിക്കില്ല. കാരണം ഇദ്ദേഹം സമാധിയിലാണ്, ഈ പറയുന്ന പ്രാർത്ഥനയിലാണ്. അപ്പൊ ഇദ്ദേഹം വന്നത് ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ബഹുമാനിക്കാത്തത്. പക്ഷെ ഇദ്ദേഹം നോക്കുമ്പോൾ രാമന്റെ കുലഗുരു ആയിട്ടുള്ള, അയോധ്യയുടെ ചക്രവർത്തി ആയിട്ടുള്ള രാമന്റെ ഏറ്റവും ആദരണീയനായിട്ടുള്ള ഞാൻ ഇവിടെ വന്നിട്ടും നീ ബഹുമാനിച്ചില്ല, നിന്നെ ഞാൻ ശരിയാക്കി തരാന്നുണ്ട് നേരെ രാമന്റെ അടുത്തേക്ക് പോകുന്നതാണ്. രാമനോട് പറയും, നിന്റെ സാമന്തന്മാരിലായിട്ടുള്ള രാജാവ് എന്നെ കണ്ട് ബഹുമാനിച്ചില്ല, ഞാൻ എന്തു വേണം, നിന്റെ കുലഗുരു ആണെന്ന് പറഞ്ഞിരിക്കാൻ എനിക്ക് നാണം തോന്നുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ഈ രാമൻ എടുത്ത വഴിക്ക് പറയുന്നതാണ്, അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ അവന്റെ തല അങ്ങയുടെ കാൽ കീഴിൽ ഞാൻ കൊണ്ടുവയ്ക്കുന്നതാണ്. ഇത് നാരദ മഹർഷി അയോധ്യയിൽ ഇരുന്ന് കേൾക്കും. നാരദൻ ഇത് നേരെ ചെന്ന് ഈ രാജാവിനോട് പറയുന്നതാണ്, എടോ തന്റെ കാര്യം പോക്കാണ്, നാളെ സൂര്യാസ്തമയത്തിന് മുമ്പായിട്ട് രാമൻ തന്റെ തല അറക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു നിവൃത്തിയില്ല, വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പൊ ചെയ്തു എന്ന് പറയും. അപ്പൊ ഇദ്ദേഹം പറയും, ഞാൻ അറിഞ്ഞിട്ടല്ല അത് ചെയ്തിട്ടുള്ളത്, ഞാൻ അദ്ദേഹം വന്ന സമയത്ത് രാമനെ തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു ഉപായം ഇതിന്ന് രക്ഷപ്പെടാൻ അങ്ങനെനിക്ക് സാധിച്ചു തരണം എന്ന് പറയും. അപ്പോഴാണ് പറഞ്ഞു കൊടുക്കുന്നത്, അങ്ങനെ ഒരു കാര്യം ചെയ്യും, ഇവിടെ നേരെ ഈ ഒരു വഴി മാത്രം ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ, ഇവിടെ നേരെ കദളി വനത്തിലേക്ക് പോവാം. അവിടെ രാമന്റെ ഭക്തനായിട്ടുള്ള ഹനുമാൻ തപസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ടപാടെ നമസ്കരിച്ച് അദ്ദേഹത്തോട് പറയുക, പ്രാണഭിക്ഷയ്ക്കാണ് വന്നിട്ടുള്ളത്, എന്നെ രക്ഷിക്കണം എന്ന് പറയാം. ഹനുമാൻ വിചാരിച്ചാൽ മാത്രമേ തന്നെ ഇനി രക്ഷിക്കാൻ സാധിക്കൂ എന്ന് പറയും. അങ്ങനെ ഇദ്ദേഹം കദളി വനത്തിൽ പോവും. ഭഗവാൻ തപസ് ചെയ്യുന്ന സമയത്ത് നമസ്കരിക്കും, എഴുന്നേൽപ്പിക്കും. അപ്പൊ പറയും, പ്രഭു അങ്ങ് എന്നെ രക്ഷിക്കണം, എന്റെ ജീവൻ ആപത്താണ്, അങ്ങയിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ ജീവൻ തിരിച്ചു കിട്ടുന്നത് എന്നോട് നാരദ മഹർഷി പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ എന്നോട് വന്നത്, എനിക്ക് പ്രാണഭിക്ഷ തരണം എന്ന് പറയും. അപ്പൊ അങ്ങേ എതിർക്കാൻ വരുന്നവൻ ആരായിരുന്നാലും ഞാൻ നേരിട്ടോളാം, ധൈര്യമായിട്ടിരിക്കും എന്ന് പറയും. അപ്പൊ അത് പറ്റില്ല, എനിക്കൊരു ഉറപ്പ് വേണം, അങ്ങയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ രാമനാമമാണ്, അങ്ങ് രാമനാമത്തിൽ ചൊല്ലി എനിക്ക് പ്രതിജ്ഞ ചെയ്ത് തരണം, എന്നെ രക്ഷിച്ചോളാം. അപ്പൊ അതിനെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, രാമന്റെ നാമത്തിൽ ഞാൻ നിനക്ക് സത്യം ചെയ്തു തരുന്നു, നിന്നെ ഞാൻ രക്ഷിക്കും, പറ ആരാ നിന്നെ കൊല്ലാൻ വരുന്നേ? ശ്രീരാമൻ. ഹനുമാന് ഒരു ഭാവഭേദം ഉണ്ടായില്ല, അദ്ദേഹം ചിരിക്കുകയാണ് പ്രതീത, അങ്ങനെ ആവട്ടെ, ഒരു കുഴപ്പമില്ല. അപ്പൊ ആദ്യം ഈ രാജാവിനെ കൊട്ടാരത്തിൽ പോയി അന്വേഷിക്കാൻ ലക്ഷ്മണനാണ് ഭഗവാൻ ലക്ഷ്മണനെ വിടും. അപ്പൊ മനസ്സിലാവും ഇദ്ദേഹം കദളി വനത്തിലേക്ക് പോയിട്ടുണ്ട്, ഹനുമാനാണ് സംരക്ഷിക്കുന്നത്. അപ്പൊ സ്വയം ഭഗവാൻ തന്നെ യുദ്ധത്തിന് വരും. അപ്പൊ ഹനുമാൻ മുമ്പിൽ കയറി തടയും. അദ്ദേഹം എന്നോട് പ്രാണഭിക്ഷ ചോദിച്ചിട്ട് വന്ന ആളാണ് ഭഗവാനെ വെറുതെ വിടണം. അപ്പൊ ഞാൻ എന്റെ സത്യമാണ് ഹനുമാൻ, നിനക്ക് എന്റെ സത്യത്തെ കുറിച്ച് അറിയാലോ, രാമനൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തേ സാധിക്കുള്ളൂ, മാറ്റാൻ പറ്റില്ല എന്ന് പറയും.
അപ്പൊ ഹനുമാനും പറയും അങ്ങയുടെ നാമത്തിന്റെ പുറത്തിലാണ് ഞാൻ ശ്രദ്ധ ചെയ്തിരിക്കുന്നത്, അതെനിക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറയും. കുറെ തവണ പറഞ്ഞിട്ടും ഹനുമാൻ മാറുന്നില്ല എന്ന് കാണുമ്പോൾ ഭഗവാൻ അസ്ത്രം പ്രയോഗിക്കുന്നതാണ്, രാമബാണം എടുത്ത് ഹനുമാന്റെ നെഞ്ചിന് നേരെ ശ്രീരാമൻ തൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ രാമബാണം ഒരു പൂമാലയായി ഹനുമാന്റെ ദേഹത്ത് വന്ന് ചേർത്ത് എന്നാണ് പറയുന്നത്. ശ്രീരാമന് ഭയങ്കര അത്ഭുതമായി, ഇതെങ്ങനെ സംഭവിച്ചു. അപ്പൊ ചോദിക്കും, നീ എന്ത് മായാജാലമാണ് കാണിച്ചത്, നീ എന്ത് മായാവിദ്യയാണ് കാണിച്ചത്, എന്റെ ബാണം ഇതുവരെ തോറ്റിട്ടില്ല. രാവണനെയും പോലും വധിക്കാൻ ഈ ഒരു ബാണത്തിന് സാധിച്ചിട്ടുണ്ട്. ലോകം മൊത്തം വിറപ്പിച്ച കൈലാസം എടുത്ത് പൊക്കിയ രാവണനെ വധിക്കാൻ ഈ ബാണം മതിയായിരുന്നു, നിനക്ക് എന്തുകൊണ്ട് ഇതിനെ തോൽപ്പിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ രാമന് കൃത്യമായിട്ടുള്ള ഉത്തരം ഹനുമാൻ കൊടുക്കുന്നത്. അത് ഓരോ ഭക്തനും മനസ്സിലാക്കേണ്ടതാണ്. അത് അദ്ദേഹം പറഞ്ഞ കൃത്യമായിട്ടുള്ള വാക്കുകൾ, രാമ അങ്ങയുടെ ഈ രൂപം നാളെ ഈ ലോകത്തൊന്നും ഇല്ലാതാവും, അങ്ങ് ഈ പറയുന്ന രാമബാണം കുറച്ചു കാലം കഴിഞ്ഞാൽ തുരുമ്പ് പിടിച്ച് പോവും, പക്ഷെ ഈ ലോകമുള്ള കാലത്തോളം ശേഷിക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, അത് അങ്ങയുടെ രാമനാമം ആണ്. അപ്പോ അങ്ങ് പറഞ്ഞ വസ്തുക്കളൊക്കെ തന്നെ രാമബാണമാണെങ്കിലും രാമന്റെ രൂപമാണെങ്കിലും സെക്കൻഡറി ആണ്. രാമനാമം എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്. അപ്പൊ എന്റെ സത്യത്തിന് പ്രാധാന്യം കൂടും. അതുകൊണ്ടാണ്, അല്ലാണ്ട് ഞാനൊരു മാജിക്കും പ്രയോഗിച്ചിട്ടില്ല എന്നാണ്. പിന്നെ ഈ സത്യം നിറവേറ്റാൻ വേണ്ടി ചെയ്യുന്നത്, ഈ രാജാവ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും സത്യത്രേ ഉള്ളൂ, നിന്റെ തല കൊണ്ടുപോയി ഗുരുവിന്റെ കാൽക്കൽ, അപ്പൊ ഇദ്ദേഹം ഗുരുവിന്റെ കാൽക്കൽ തല മുട്ടിച്ച് നമസ്കരിക്കും. അപ്പൊ രാമന്റെ സത്യവും നടന്നു, ഹനുമാന്റെ സത്യവും നടന്നു. പക്ഷെ അവിടെ ഹീറോ ആയത് ഹനുമാൻ. കാരണം ഹനുമാൻ രാമനാമത്തെയാണ് ഉപാസിക്കുന്നത്. അപ്പൊ രാമൻ പോലും രാമനാമത്തിന് മുമ്പിൽ തോറ്റു പോയിട്ടുണ്ട്. എന്തായാലും ഭഗവാൻ ഹനുമാൻ സ്വാമി, അതെ, തന്റെ കഥകളായിരുന്നു. വളരെ സന്തോഷം.